പരിശുദ്ധതയുടെ പറുദീസായിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചനെയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അഗസ്റ്റിൻ എന്നാണ്. ഉയരവും വണ്ണവും ഇല്ലാത്ത ഒരു ചെറിയ മനുഷ്യനായിരുന്നതുകൊണ്ട് വൈദികനായപ്പോൾ ജനങ്ങൾ കൊടുത്ത പേരാണ് കുഞ്ഞച്ചൻ എന്നുള്ളത്. അദ്ദേഹം പാലായ്ക്കും ഭരണങ്ങാനത്തിനും ഇടയ്ക്കുള്ള രാമപുരം എന്ന ഇടവകയിൽ ഐപ്പ് ഏലീശ ദമ്പതികളുടെ 5 മക്കളിലെ ഏറ്റവും ഇളയവനായിട്ട് 1891 ജനിച്ചു. അന്ന് കേരളത്തിൽ പതിവുള്ളതുപോലെ ആ കൊച്ചുകുട്ടി ആശാൻ കളരിയിൽ പ്രാഥമിക വിദ്യാഭ്യാസവും പിന്നീട് രാമപുരം LP UP സ്കൂളുകളിൽ പഠനവും നടത്തി. ഹൈസ്കൂൾ അധ്യാപനത്തിനായി മാന്നാനത്ത് CMI കാരുടെ കീഴിലുള്ള സെയിൻറ്റ് എഫ്രൈം സ്കൂളിൽ ചേർന്നു. അവിടെ പഠിക്കുമ്പോഴാണ് അഗസ്റ്റിന് ഒരു രൂപതാ വൈദികനായി ഈശോയെയും ജനത്തെയും സേവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അതനുസരിച്ച് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ചങ്ങനാശ്ശേരിയിൽ മൈനർ സെമിനാരിയിൽ ചേരുകയും പിന്നീട് 1921 വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. പതിവുള്ളതുപോലെ അദ്ദേഹത്തെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് കാടനാട് ഇടവകയിലേക്കും അതുപോലെ മണത്തൂർ ഇടവകയുടെ ഇൻചാർജായിട്ടും അദ്ദേഹം സേവനം ചെയ്തു. അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രയാസമുള്ളൊരു രോഗം അദ്ദേഹത്തിന് പിടിപെടുകയും അപ്പോൾ റെസ്റ്റ് എടുക്കാനും ചികിത്സയ്ക്കുമായിട്ട് സ്വന്തം ഇടവകയായ രാമപുരത്തേക്ക് അദ്ദേഹത്തെ രൂപത അയക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇടവകയിൽ വന്ന് സ്വന്തം വീട്ടിൽ റെസ്റ്റ് ചെയ്യുകയും ചികിത്സ നേടുകയും പിന്നെ ഇടവപ്പള്ളിയിൽ കുർബാന അർപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1926 ഹിലേറിയസ് എന്ന് പറഞ്ഞ കർമ്മലിത്ത വൈദികൻ അവരുടെ ഇടവകയിലൊരു ധ്യാനം നടത്തി. ആ ധ്യാനത്തിൽ കുറേ ഈഴവർ പങ്കെടുക്കുകയും ഒരു 200 പേര് ആ ധ്യാനത്തിൻ്റെ അവസാനം മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അവരെ അന്നത്തെ ഇടവക വൈദികൻ അത് കുഞ്ഞച്ചൻ്റെ ഒരു ബന്ധുവായിരുന്നു. അദ്ദേഹം അവരെ പുതുക്രിസ്ത്യാനികളെന്നാണ് കേരളത്തിൽ അന്നൊക്കെ വിളിച്ചിരുന്നത്. കുറേയധികം ഈഴവരൊക്കെ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയിലേക്ക് ചേരുന്നുണ്ടായിരുന്നു, മാമോദിസ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അന്ന് ജാതി വ്യവസ്ഥയൊക്കെ വളരെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഇവരെ പുതുക്രിസ്ത്യാനികളെന്ന് വിളിച്ച് അവർക്ക് മാത്രമായിട്ടൊരു പള്ളിയും അവരുമായിട്ട് മറ്റ് ക്രിസ്ത്യാനികൾക്കൊരു ബന്ധമൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അവർക്കൊരു സ്വന്തമായൊരു പള്ളിയും അവരുടെ ജീവിത രീതിയൊക്കെ ആയിരുന്നു. അപ്പോൾ കുഞ്ഞച്ചനെ ഏൽപ്പിച്ചു ഇവരുടെ ഉത്തരവാദിത്തം നടത്തി കൊടുക്കുവാനായിട്ട്. അപ്പോൾ കുഞ്ഞച്ചൻ അങ്ങനെ അവരുടെ ഇടയിലേക്ക് ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ പുതുക്രിസ്ത്യാനികളും ഈഴവരുമൊക്കെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്. അവർക്ക് സ്കൂളില്ല, പഠിക്കാനുള്ള സൗകര്യമില്ല, ജോലികളില്ല, പറമ്പില്ല, സ്ഥലമില്ല, അവരധ്വാനിച്ചാൽ അതിന് ഫലം ലഭിക്കുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് പിന്നെ അവരുടെ വീടുകളിലൊക്കെയാണ് ഈ രോഗങ്ങൾ, പിന്നെ പുരുഷന്മാരൊക്കെ കുറേ ഒരു മദ്യപാനികൾ, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ കണ്ട് അദ്ദേഹത്തിന് ദയ തോന്നി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇതാണ് എൻ്റെ ദൈവവിളി, ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആളുകളൊക്കെ പുതുക്രിസ്ത്യാനികളുടെ അച്ഛനൊക്കെ വിളിക്കാൻ തുടങ്ങി, കളിയാക്കി വിളിക്കാനൊക്കെ തുടങ്ങിയിരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ തന്നെ അവിടെ വെച്ച് മാറുകയാണ്. എല്ലാ ദിവസവും രാവിലെ കുർബാന കഴിഞ്ഞാൽ അദ്ദേഹം ഇവരുടെ വീടുകളിലേക്ക് പുറപ്പെടുകയാണ്. ഈ വീടുകളിലൊക്കെ ചെല്ലും, അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില ഒറ്റമൂലി മരുന്നുകൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഏതോ മരുന്ന് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അത് കഴിക്കുമ്പോൾ അവരുടെ രോഗങ്ങൾ മാറുന്നു. പിന്നെ അവരുടെ കുട്ടികളെയൊക്കെ ചേർത്ത് അദ്ദേഹം അവിടെ കളരി പഠനം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം ചെന്ന് കുട്ടികളെല്ലാം ഒന്ന് ചേർത്തിരുത്തി പഠിപ്പിച്ച് സ്കൂളുകളിലേക്ക് അയക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ടാക്കി. അതുപോലെ അവരെ സമ്പാദ്യശീലം പഠിപ്പിക്കാനായിട്ട് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുകയും അവരോട് അതിൽ കുറച്ച് പണമൊക്കെ സ്വരൂപിച്ച് വെച്ച് അതിൽ നിക്ഷേപിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ടുള്ള പരിശീലനം അദ്ദേഹം അവിടെ വെച്ച് ആരംഭിക്കുകയാണ്. അതുപോലെ വീടുകളിൽ ചെന്ന് മദ്യപാനികളെയൊക്കെ അദ്ദേഹം ചെറിയ ചെറിയ മരുന്നുകളൊക്കെ കൊടുത്ത് ഉപദേശിച്ച് അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. അങ്ങനെ ആ ഇടവകയിലെ ഈ ക്രൈസ്തവർ കഷ്ടപ്പെട്ടിരുന്ന ആ മനുഷ്യർക്കിടയിൽ അദ്ദേഹം ഒരു സന്തോഷകരമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കി. അദ്ദേഹം അവരെ വിളിച്ചിരുന്നത് എൻ്റെ മക്കളെ എന്നാണ് അവരെ വിളിച്ചിരുന്നതെന്ന് പറയുന്നു. അതുപോലെ അവരെ ഞങ്ങളുടെ അപ്പ എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത്. അങ്ങനെ ഈ ക്രൈസ്തവരുടെ ഇടയിൽ
താഴ്ന്ന ജാതിയിൽ നിന്ന് വന്ന ക്രൈസ്തവർ അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒപ്പിയെടുക്കാനും അവരെ സഹായിക്കാനുമൊക്കെ ഇദ്ദേഹം സമയം കണ്ടെത്തി. എല്ലാ വർഷവും അതുപോലെ മറ്റുള്ളവർ നടത്തുന്ന പോലെ ഇവർക്ക് ആനുവൽ റിട്രീറ്റൊന്നും ആരും നടത്തി കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇവർക്ക് വേണ്ടി, ഈ പൊതുക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു ആനുവൽ റിട്രീറ്റ്, വാർഷിക ധ്യാനം നടത്താൻ തുടങ്ങി. അപ്പോൾ അതിൽ ഇവരൊക്കെ വന്ന് ധ്യാനിക്കും. ധ്യാനം കഴിയുമ്പോൾ കുമ്പസാരം നടത്തും. പിന്നെ ഇവരുടെ ആത്മസ്ഥിതി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു രേഖയൊക്കെ അദ്ദേഹം സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇവരൊക്കെ കൃഷിക്കാരായിരുന്നു. പാടത്തും പറമ്പിലൊക്കെ പണി ചെയ്യുമ്പോൾ അവിടെ കൃഷിക്കൊക്കെ പെട്ടെന്ന് ചാഴി വരികയും നാശമൊക്കെ വരും. അപ്പോൾ ഇദ്ദേഹം ചെയ്തിരുന്ന അവരോട് 2 ചാഴിയെ പിടിച്ചൊരു കുപ്പിയിലിട്ട് കൊണ്ടുവരാൻ പറയും. അത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്താൽ അദ്ദേഹം അതിനെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആ കുപ്പി ഇവരുടെ കൊടുത്തയക്കുക. അപ്പോൾ ഇവർ ഈ കുപ്പി തിരിച്ചു കൊണ്ടുപോയി ആ പാടത്ത് ഈ ജീവികളെ തുറന്നുവിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചാഴിയും ചത്തുപോകും. പിന്നെ ഒറ്റ ചാഴിയും വരില്ല. അവിടെ ചാഴിയില്ലാതെ അവർ നല്ല കൃഷി കിട്ടുന്ന ഒരു. അതുപോലെ ഇദ്ദേഹം അന്നാവെള്ളം തളിച്ച് പാടത്ത് പറമ്പിലൊക്കെ പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം, അവരുടെ ശല്യങ്ങളൊക്കെ, കീടങ്ങളുടെയൊക്കെ ശല്യങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്ന ഒരു ചടങ്ങ് ജീവിച്ചിരിക്കുമ്പോഴേ അദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവരും വിശുന്നെന്ന് വിളിക്കാൻ തുടങ്ങി അന്ന് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ. അതുപോലെ മൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പശു, ആടൊക്കെയാണ്, അതുങ്ങൾക്ക് അസുഖം വരിക അല്ലെങ്കിൽ പാല് കറപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ കുറച്ച് പാൽ അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്താൽ അദ്ദേഹം അത് പ്രാർത്ഥിച്ചു കൊടുക്കും. അത് തിരിച്ചു കൊണ്ടുവരും. അതിൽ മരുന്നൊക്കെ വെച്ചാൽ അത് ഈ വെള്ളത്തിലൊഴിച്ച് ഈ ജീവികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ജീവികൾ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി അവർക്കതിനെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായത്. അതുപോലെ രോഗങ്ങൾ മാറ്റാനും അദ്ദേഹം മരുന്നുകൾ കൊടുത്തിരുന്നു. പിന്നെ എന്താണ്, ഞങ്ങളുടെ ഒരു സിസ്റ്റർ ഒരിക്കൽ പറയുണ്ടായി, ആ സിസ്റ്ററിനെ ഡെലിവറിയുടെ സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ റിസ്ക്കൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛനൊരു മരുന്ന് കൊടുത്തു. അത് കഴിച്ച് ആണ് ഈ കുഞ്ഞിനെ ജനിച്ചതെന്ന് പറയാം. അപ്പോൾ ആ സിസ്റ്റർ പറയാണ്ട്, എനിക്ക് അന്നേ തേവർപ്പറമ്പ് കുഞ്ഞച്ഛൻ്റെ അഭിഷേകം കിട്ടിയിട്ടാണ് ഞാൻ ജനിച്ചതെന്നൊക്കെ ആ സിസ്റ്റർ പറയാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ ഒരുപാട് അത്ഭുതങ്ങൾ ഇവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിരുന്നു. ഇനി ഇദ്ദേഹത്തിന് പൊതുവേ ഒരു അസുഖമുള്ള ആളാണ്. ആ അസുഖം കൊണ്ടാണ് ഇദ്ദേഹം നടന്ന് ഇവരെല്ലാം സംരക്ഷിക്കുകയും ഇവർക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തത്. അദ്ദേഹം മരിക്കാറായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് ഇവർക്ക് വേണ്ടി, പൊതുക്രിസ്ത്യാനികൾക്ക് വേണ്ടി, താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി വേറെ പള്ളിയാണ്, വേറെ സിമിത്തേരിയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ഈ പൊതുക്രിസ്ത്യാനികൾക്ക് വേണ്ടി, താഴ്ന്നവർക്ക് വേണ്ടി, ഈഴവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ എന്നെ അവരുടെ ഇടയിൽ അടക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത്. അതേസമയം അന്നുണ്ടായിരുന്ന ക്രൈസ്തവർ, അന്ന് ഇടവകയിലുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധിയൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരത് സമ്മതിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സമ്മതിച്ചില്ല. അതിന് പകരം അദ്ദേഹത്തെ അവരുടെ ഇടവപ്പള്ളിയിൽ, രാമപുരത്തെ സെയിൻറ്റ് അഗസ്റ്റിൻ പള്ളിയിൽ തന്നെ അൾത്താരയുടെ അടുത്ത് പുതിയൊരു കല്ലറയൊക്കെ ഉണ്ടാക്കി ഒരു വിശുദ്ധനെ അടക്കുന്ന പോലെയാണ് അദ്ദേഹത്തെ അടക്കിയത്. പിന്നെ അദ്ദേഹം മരണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അത്ഭുതങ്ങൾ, ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ പിന്നെ ആൾക്കാർ പ്രാർത്ഥിക്കുമല്ലോ, അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ അവർക്ക് ലഭിച്ചു. അതുപോലെ ഈ ദളിതരുടെ ഒരു സംഘടന തന്നെ അവർ അദ്ദേഹത്തിൻ്റെ പേരിൽ പാലായിൽ പല രൂപതകളിലും ഇപ്പോൾ ഒന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരിച്ച ദിവസത്തെ ആഘോഷിക്കാനായിട്ട് ഈ സംഘടനകളെല്ലാം പ്രൊസഷനായിട്ട് നടന്നും വാഹനങ്ങളിലും ഒക്കെ ഈ അവിടേക്ക് രാമപുരത്തേക്ക് വരികയും പ്രാർത്ഥിക്കുകയും അങ്ങനെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കൂടുതൽ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം മരിച്ചത് 1973 അത് കഴിഞ്ഞ് വെറും 14 കൊല്ലം കഴിഞ്ഞപ്പോൾ 1987 അദ്ദേഹത്തെ തിരുസഭ അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾ ആരംഭിക്കുകയും അദ്ദേഹത്തെ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് 2004 അദ്ദേഹത്തെ ധന്യനായിട്ട് പ്രഖ്യാപിച്ചു. ഓരോ സ്റ്റേജുകളാണ്, വിശുദ്ധര പദവിയിലേക്ക് കത്തോലിക്ക സഭ വരുന്ന ഓരോ സ്റ്റേജുകളാണ്. അപ്പോൾ ആദ്യം ധന്യനായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ 2006 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപങ്ങളൊക്കെ പള്ളികളിൽ വയ്ക്കുകയും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ അവർക്ക് ലഭിച്ചു. പ്രത്യേകമായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നത് ഈഴവരുടെ മധ്യസ്ഥനായിട്ടാണ്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ മധ്യസ്ഥനായിട്ടാണ്. അപ്പോൾ അവരൊക്കെ പുതുക്രിസ്ത്യാനികളുടെ മധ്യസ്ഥനൊക്കെ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത് എന്നാൽ നമ്മൾ കേരളത്തിൽ കാണുന്നത് എല്ലാ ഇടവകളിലും തന്നെ അദ്ദേഹത്തിൻ്റെ ഖബറടത്തെങ്കിലേക്ക് എല്ലാവരും പോവുകയും പ്രാർത്ഥിക്കുക, അദ്ദേഹത്തെ വണങ്ങുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അദ്ദേഹം സ്വർഗത്തിൽ നമുക്കൊരു മധ്യസ്ഥനായിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ, മാർജിനലൈസ്ഡ് ചെയ്യപ്പെടുമ്പോൾ, പിന്നെ നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ, നമ്മുടെ കൃഷികൾക്ക് ബാധകൾ വരുമ്പോൾ, മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഈ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാധ്യസ്ഥം തേടാൻ സാധിക്കുന്ന ഒരു വിശുദ്ധനായിട്ട് അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്.
തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനായിട്ട് അവരാരംഭിച്ച ഒരു സംഘടനയാണ് DCMS, ദളിത് ക്രിസ്ത്യൻ മിഷൻ സൊസൈറ്റി. അവരിലൂടെ ഇന്ന് കുഞ്ഞച്ചൻ ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. കാരണം ഈ സംഘടന ഇന്ന് ദളിത് ക്രൈസ്തവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും കുഞ്ഞച്ചൻ അന്ന് ചെയ്തിരുന്ന പോലെ അവരുടെ വീടുകളിലൊക്കെ സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും അതുപോലെ അവരെ ലഹരിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ പാലായിലും ഭരണങ്ങാനത്തും രാമപുരത്തിനടുത്തൊക്കെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ദളിത് സമൂഹങ്ങളെ ഒരുപാട് ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് വേണ്ടി സ്കൂളുകൾ സ്ഥാപിക്കാനും ഇന്ന് അവരെല്ലാവരും പഠിക്കുകയും പഠനത്തിൽ വളരെ മികവ് പുലർത്തുകയും ജോലി വാങ്ങുകയും വിദേശത്ത് പോവുകയും അങ്ങനെ അവരുടെ കുടുംബങ്ങളൊക്കെ വളരെ ഉന്നത നിലയിലേക്ക് ആയിത്തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കാനായിട്ട് ഈ DCMS സഹായിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞച്ചൻ്റെ മൂല്യങ്ങൾ, കുഞ്ഞച്ചൻ അവരെ പഠിപ്പിച്ചു കൊടുത്ത സ്നേഹവും സമാധാനവും സന്തോഷവും കൂട്ടായ്മയും പിന്നെ അതുപോലെ കിട്ടുന്നത് മുഴുവൻ ചിലവാക്കാതെ കുറച്ച് സമ്പാദ്യശീലവും ഒക്കെ അവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് DCMS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് DCMSലൂടെയാണ് നമ്മുടെ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ ലോകത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വാർഷികവും ആഘോഷിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് DCMS ആണ്. അപ്പോൾ കേരളത്തിലെയും എല്ലാ ഇടവകളിൽ നിന്നും ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് വരികയും അതുപോലെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസൊക്കെ നടത്തുകയും അങ്ങനെ സമൂഹത്തെ ഉണർത്താനും ഉയർത്താനും വളർത്താനും വിശുദ്ധിയിലേക്ക് നയിക്കാനും ഒക്കെ ഈ DCMSലൂടെ ഇന്ന് കുഞ്ഞച്ചൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അന്നത്തെ ദളിതരുടെ അവസ്ഥ നമുക്കറിയാം. അവരെല്ലാവരും മാറ്റി നിർത്തി. അതിൽ നിന്നൊക്കെ ഇന്ന് വളരെ വ്യത്യാസം വന്ന് നമുക്ക് കാണാം. ഇന്ന് ക്രൈസ്തവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പള്ളിയൊക്കെ പോയി ഒരേ പള്ളിയിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ കർമ്മങ്ങളിലും ധ്യാനങ്ങളിലൊക്കെ ഒന്നിച്ച് അവർ ചേരുന്നു. എല്ലാ വ്യത്യാസമില്ലാത്തൊരു ക്രൈസ്തവ സമൂഹം രൂപപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഇനീഷ്യേറ്റീവ് ഇന്ന് ഈ സംഘടനയിലൂടെ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കേരളത്തിൽ ആ കാലഘട്ടത്തിൽ 1920കളിലൊക്കെ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് കഴിഞ്ഞിരുന്ന ഈ ഒരു വിഭാഗ സമൂഹത്തെ കണ്ടെത്താനും വളർത്താനും ഉയർത്താനും ഇതിലൂടെ സാധിച്ചു. ഈ കുഞ്ഞച്ചൻ്റെ ആ പ്രവർത്തനത്തിലൂടെ കിട്ടിയ ഇൻസ്പിറേഷനായിരിക്കണം നമ്മുടെ മിഷണറിമാരൊക്കെ നോർത്ത് ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലൊക്കെ പോയി ഇന്ന് അവിടെയുള്ള താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാനായിട്ട് പ്രചോദനമായി തീർന്നിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് കേരളത്തിലൊരുവിധമൊക്കെ നമ്മളെല്ലാവരും തുല്യരായി ജീവിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിലും ഭാരതത്തിൻ്റെ വിവിധ മേഖലകൾ വിവിധ സ്റ്റേറ്റുകളിൽ ഇന്നും എഴുത്തും വായനയും ഇല്ലാതെ അടിമകളായിട്ട് ജന്മികളുടെ അടിമകളായിട്ടൊക്കെ ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരെ മനുഷ്യരായിട്ട് പോലും കാണാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ചെല്ലാനും പ്രവർത്തിക്കാനും ഒക്കെ ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവർക്ക് മിഷണറിമാർക്ക് പ്രചോദനമായിട്ട് കുഞ്ഞച്ചൻ നിലകൊള്ളുകയാണ്. ഒരുപാട് പേര് ബീഹാറിലും ജാർഖണ്ഡിലും മണിപ്പൂരിലും അങ്ങനെയൊക്കെ പല പഞ്ചാബിലും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ ഇന്ന് നമ്മുടെ ക്രൈസ്തവ മിഷണറിമാർ പോയി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ഈ അധസ്ഥിതിയിൽ നിന്ന് ഉയർത്തിയെടുത്ത് തുല്യരായിട്ട് ദൈവമക്കളാണെന്നുള്ള അവബോധം കൊടുത്ത് ദൈവപിതാവിൻ്റെ മക്കളാണെന്നുള്ള അവബോധത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ സ്നേഹിക്കാനും വളർത്താനും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും അങ്ങനെ അവരുടെ ഭാവി തലമുറയെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാനും ഒക്കെ അധ്വാനിക്കുന്ന ഒരുപാട് മിഷണറിമാരുണ്ട്. അവർക്ക് പ്രചോദനമായിട്ട് നമ്മുടെ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും മാർജിനലൈസ്ഡ് അവഗണനയിലൊക്കെ കഴിയുന്ന ജനകോടികൾക്ക് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ മോചനവും രക്ഷയും അതുപോലെ ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള ഈശോയുടെ സുവിശേഷം അനുഭവിക്കാനുള്ള കൃപയൊക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് തേവർപറമ്പിൽ കുഞ്ഞച്ചൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നു. തേവർപറമ്പിൽ കുഞ്ഞച്ചൻ അന്ന് ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ഇന്നിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. നമുക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളായി പലയിടത്തും പ്രായമായവർ തന്നെ വീടുകളിൽ
അപ്പോൾ അവരെയൊന്ന് കേൾക്കാനും അവരോട് സംസാരിക്കാനും ഒന്നും ആരുമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെയ്തിരുന്ന ഇങ്ങനെയാണ്: രാവിലെ കുർബാന കഴിഞ്ഞാൽ ഒരു കുർബാന ചൊല്ലും, കുർബാന കഴിഞ്ഞാൽ ഒരു ഇറങ്ങിപ്പോവുകയാണ്. ഓരോ വീട്ടിൽ ചെല്ലും, അവരുടെ ഇടയിൽ അവരോട് സംസാരിക്കും, അവരുടെ വിഷമതകൾ മനസ്സിലാക്കുക, അവരെ കേൾക്കും. പിന്നെ അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക. അങ്ങനെ വൈകുന്നേരം വരെ 6 മണി 7 മണി വരെ അദ്ദേഹം ഇങ്ങനെ വീട് സന്ദർശിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ എല്ലാ വീടുകളിലും പണ്ടുണ്ടായിരുന്നത് പോലെ കൂട്ടായ്മകളും കൂടിച്ചേരലൊക്കെ വളരെ കുറവാണ്. വളരെ ഔദ്യോഗികമായ ഔപചാരികമായ കൂട്ടായ്മകളല്ലാതെ ഒന്നിച്ചു കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ അവരുടെ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുന്നതൊന്നും ഇനിയില്ല. അപ്പോൾ വീടുകളിലൊക്കെ ഒരുപാട് പേര് രോഗമായാലും മാനസിക പ്രശ്നങ്ങളായാലും ഒറ്റപ്പെടലുകളായാലും, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലൊക്കെ ഇപ്പോൾ മക്കളൊക്കെ പുറത്തായതുകൊണ്ട് പലരും വാർദ്ധക്യത്തിലൊക്കെ ആരും പങ്കുവയ്ക്കാനും ഷെയർ ചെയ്യാനും ഒന്നുമില്ലാതെ വിഷമിച്ച് കഴിയുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞച്ചനെ മാതൃകയായിട്ട് എടുക്കാം. കുടുംബ സന്ദർശനത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന സന്യസ്തരും വൈദികരും അതുപോലെ അൽമായരും ഇപ്പോൾ ആവശ്യമായി വരികയാണ്. അൽമായർക്ക് അത് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലേക്കൊക്കെ ചെന്ന് അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളിൽ ചെല്ലാനും അവരോട് സംസാരിക്കാനും അവർക്കൊരു കൂട്ടായ്മയുടെ അനുഭവം കൊടുക്കാനും അവരെ ഒന്നിച്ച് നിർത്താനൊക്കെ ചെയ്യുന്ന ഒരു തണലായിത്തീരുന്ന ഈശോ അന്ന് നടന്നിരുന്നത് പോലെ, അന്ന് പാലസ്തീനയിലൂടെ ഈശോ അതാണ് ചെയ്തിരുന്നത്. ഈശോയുടെയൊക്കെ വേദനയുണ്ടോ വിഷമമുണ്ടോ അവിടങ്ങളിലൊക്കെ ഇങ്ങനെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് നടന്ന് അവർക്ക് രോഗശാന്തി കൊടുക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, വെള്ളം വീഞ്ഞാക്കുന്നു, അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കുറവുകളിലേക്കും ചെല്ലുന്നൊരു ഈശോയാണ് നമ്മൾ പാലസ്തീന. ആ ഈശോയാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞച്ചൻ ആ പ്രദേശങ്ങളിൽ ചെയ്തത്. കുറവുകളിടത്തേക്കെല്ലാം ചെന്ന് അവരെ കേട്ട് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് സൗഖ്യം കൊടുത്ത് അവരെ ജീവിപ്പിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ നമുക്കൊരു നല്ല മാതൃകയാണ്. അതുപോലെ തന്നെ ഇന്ന് കുഞ്ഞു കുട്ടികൾ മുതൽ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവർത്തനം അതായിരുന്നു. ദളിതരുടെ ഇടയിലുള്ള ഈ മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണത്. നമ്മൾക്ക് ഭീതികരമായൊരവസ്ഥയാണ് നമ്മുടെ കൊച്ചു കുട്ടികളിലേക്ക് കൂടെ ലഹരിയിലേക്ക് കൊണ്ടുപോയിട്ട് അടിമകളാക്കിയിട്ട് ലോകത്തെ മുഴുവൻ അടിമയാക്കുന്ന ഒരു സാത്താൻ്റെ ഒരു ബന്ധനം ഇന്ന് ലോകത്തെ കീഴ്പ്പെടുക. അപ്പോൾ നമുക്കതിന് അദ്ദേഹം പ്രചോദനം തരികയാണ്. അദ്ദേഹം നമ്മളെ ക്ഷണിക്കുകയാണ് ഈ കുട്ടികളിലേക്കും യുവാക്കളിലേക്കും മുതിർന്നവരിലേക്കും കടന്നു ചെന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെയും അതുപോലെ മധ്യസ്ഥതയിലൂടെയും അതുപോലെ തന്നെ മരുന്നുകൾ കൊടുത്തും പ്രവർത്തിച്ചുമൊക്കെ അവരെ ഈ ലഹരിയുടെയും മദ്യപാനത്തിൻ്റെയൊക്കെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യരെയും കുടുംബങ്ങളെയും മോചിപ്പിക്കാൻ. അതൊരു ശാപമാണ്. ആ ശാപത്തിൽ നിന്ന് അവർക്ക് മോചനം കൊടുത്തുകൊണ്ട് അവരെ രക്ഷകരായി തീരാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ് ഈ തേവർപ്പറമ്പ് കുഞ്ഞച്ചൻ. അപ്പോൾ നമുക്കിതൊക്കെ ഒരു മാതൃകയാണ്. അതുപോലെ ഇന്ന് കൃഷിക്കാരെ ഏറ്റവും അധികം വിഷമിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ കൃഷിയൊക്കെ ഇല്ലാതെയായി. നമ്മുടെ കമ്പോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ കാർഷിക മേഖലയൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ദുഃഖങ്ങൾ കാണാനും അവരെ എങ്ങനെയും കൈപിടിച്ച് ഉയർത്താനും അവർക്ക് സൊല്യൂഷൻസ് പ്രതിവിധികൾ കാണിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് ഇപ്പോൾ തേവർപ്പറമ്പ് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ഓർത്ത് ഒന്നുമല്ലെങ്കിൽ അവരെ കൂടെ ചെന്ന് അവരെ കൂട്ടിച്ചേർത്ത് അവരെ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് ഇന്ന് സഭ ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്ന് ചെയ്യാനായിട്ട് അതുപോലെ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ടവരെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. പലരും അവരുടെ ദുഃഖങ്ങളും വേദനകളൊന്നും നമ്മളെ അറിയിക്കാതെയാണെങ്കിലും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്കൊക്കെ കടന്നു ചെല്ലാനും അവരെയൊക്കെ ദൈവമക്കളാക്കി മാറ്റാനും അവർക്ക് ദൈവ രാജ്യത്തിൻ്റെ ആ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ പകർന്നു കൊടുക്കാനും ഒക്കെ കുഞ്ഞച്ചൻ നമ്മളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അത് സാധിച്ചെങ്കിൽ ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിൽ നമ്മുടെയും കടമയാണത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ പ്രശ്നങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, ബന്ധനങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലാനും. അതുപോലെ അദ്ദേഹം വാർഷിക ധ്യാനം നടത്തിയാണ് അവരെ ഓരോരുത്തരെയും കുറച്ചുകൂടി ആധ്യാത്മികതയെ വളർത്താനായിട്ട് ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ നമ്മളും ഇതുപോലെ വാർഷിക ധ്യാനങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടുവരാനും നടത്താനും ആ വാർഷിക ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കാനും നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും ഒക്കെ നമ്മളെ അച്ഛൻ വിളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന ഒരു ആത്മസ്ഥിതി എന്ന് പറഞ്ഞൊരു റെക്കോർഡ് വയ്ക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും അദ്ദേഹം നൽകുന്ന പ്രചോദനം അതാണ്. നമ്മുടെ നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളൊരു ഭാവി ജീവിതത്തിലേക്കുള്ള ഒരുക്കമാണ് നമ്മുടെ ഈ ലോക ജീവിതം. അപ്പോൾ നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മളെങ്ങനെയാണ് നമ്മുടെ ആത്മാവിൻ്റെ ജീവിതമെന്ന് നമ്മളൊരു ബുക്കൊക്കെ വെച്ച് നമ്മുടെ ആത്മസ്ഥിതി നമ്മൾ പഠിക്കുകയും
അതിനെ വളർത്താനായിട്ട്, അതിന് കുറവുകളെ കളഞ്ഞുകൊണ്ട് നല്ല ഗുണങ്ങൾ വളർത്തിയെടുത്ത് നമ്മുടെ ആത്മാവിനെ മരണത്തിൽ പിതാവിനോട് ദൈവത്തോട് ഒന്നിച്ച് ചേരാൻ പാകത്തിന് ശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് വളർത്തിയെടുത്ത് വിശുദ്ധരായി മാറാനുമായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ, ഒരു ക്ഷണമാണ് വാസ്തവത്തിൽ തേവർ പറമ്പി കുഞ്ഞച്ചൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്.